നമസ്കാരം. ജ്യോതിഷത്തിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. തിരുവോണം നക്ഷത്രക്കാരുടെ സ്വഭാവ സവിശേഷതകളാണ്. ജ്യോതിഷശാസ്ത്രത്തിലെ 27 നക്ഷത്രങ്ങളിൽ 22ാമത്തേതാണ് തിരുവോണം. ആകാശമണ്ഡലത്തിൽ മകരരാശിയുടെ 10 ഡിഗ്രി മുതൽ 23 ഡിഗ്രി 20 മിനിറ്റ് വരെ വ്യാപിച്ചു കിടക്കുന്ന ഈ നക്ഷത്ര സമൂഹം വിജ്ഞാനത്തിൻ്റെയും വിനയത്തിൻ്റെയും അച്ചടക്കത്തിൻ്റെയും സംഗമസ്ഥാനമാണ്. സംസ്കൃതത്തിൽ ശ്രാവണം എന്നറിയപ്പെടുന്ന ഈ നക്ഷത്രത്തിൻ്റെ പേരിന് കേൾക്കുക എന്നാണ് അർത്ഥം. കേവലം ഒരു നക്ഷത്രം എന്നതിലുപരി ഭാരതീയ സംസ്കാരത്തിലും കേരളീയ പാരമ്പര്യത്തിലും ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും പ്രതീകമായിട്ടാണ് തിരുവോണം പരിഗണിക്കപ്പെടുന്നത്. ഈ നക്ഷത്രത്തിൻ്റെ അധിപൻ ചന്ദ്രനും രാശാധിപൻ ശനിയുമാണ്. ചന്ദ്രൻ്റെ വൈകാരികമായ ഔന്നിത്യവും ശനിയുടെ കർക്കശമായ അച്ചടക്കവും ഒത്തുചേരുന്ന തിരുവോണം ജീവിത വൈവിധ്യമാർന്ന അനുഭവങ്ങളാൽ സമ്പന്നമായാണ് മാറുന്നത്. തിരുവോണം നക്ഷത്രത്തിൻ്റെ സ്വഭാവ സവിശേഷതയും ജീവിതഗതിയെയും നിർണ്ണയിക്കുന്നതിൽ അതിൻ്റെ അടിസ്ഥാന ഘടകങ്ങൾക്ക് വലിയ പങ്കുണ്ട്. നക്ഷത്രത്തിൻ്റെ ദേവത, മൃഗം, പക്ഷി, വൃക്ഷം ഓരോ വ്യക്തിയുടെ ആന്തരിക ചോദനകളെ സ്വാധീനിക്കും. നക്ഷത്ര ദേവത മഹാവിഷ്ണു, നക്ഷത്രാധിപൻ ചന്ദ്രൻ, രാശാധിപൻ ശനി, മൃഗം കുരങ്ങ്, പക്ഷി കോഴി, വൃക്ഷം എരുക്ക്, ഗണം ദേവഗണം, ഭൂതം വായു, യോനി പുരുഷൻ വാനരൻ, ചിഹ്നം ചെവി, 3 പാദമുദ്രകൾ, ഗുണം സ്വാത്തികം എന്നിവയൊക്കെയാണ്. ഈ നക്ഷത്രത്തിൻ്റെ ചിഹ്നമായ ചെവി എന്നത് അറിവ് സമ്പാദനത്തിനുള്ള കഴിവിനെയും മറ്റുള്ളവരെ ശ്രദ്ധാപൂർവം കേൾക്കുന്നതിനുള്ള മനസ്സിനെയും സൂചിപ്പിക്കുന്നു. പുരാതന കാലത്ത് വിദ്യാർത്ഥികൾ വായ്മൊഴിയായി പകർന്നു നൽകിയതിനാൽ ശ്രാവണം അഥവാ കേൾവി അറിവിൻ്റെ പ്രാഥമിക സ്രോതസ്സായിരുന്നു. തിരുവോണം നക്ഷത്രക്കാർ ജന്മനാ നല്ല കേൾവിയുള്ളവരായിരിക്കും. മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ ശ്രദ്ധയോടെ കേൾക്കാനും അവർക്ക് ശരിയായ മാർഗനിർദ്ദേശം നൽകാനും ഇവർക്ക് പ്രത്യേക കഴിവുണ്ട്. മറ്റൊരു ചിഹ്നമായ 3 പാദമുദ്രകൾ മഹാവിഷ്ണുവിൻ്റെ വാമന അവതാരത്തെയും അഹങ്കാരം ശമിക്കുന്നതിനെയും സൂചിപ്പിക്കുന്നു. തിരുവോണം നക്ഷത്രക്കാർ പൊതുവെ സർവ്വഗുണ സമ്പന്നരായാണ് അറിയപ്പെടുന്നത്. ഇവരുടെ വ്യക്തിത്വത്തെ രൂപപ്പെടുത്തുന്ന പ്രധാന സവിശേഷതകൾ അച്ചടക്കവും കൃത്യനിഷ്ഠയും പോസിറ്റീവായ കാര്യങ്ങളാണ്. ഇവർ എല്ലാ കാര്യങ്ങളിലും വളരെ വൃത്തിയും ഫലപ്രദമായും ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ജീവിതത്തിൽ കൃത്യമായ തത്വങ്ങൾ ഇവർക്കുണ്ട്. വൃത്തിയുടെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും ഇവർ തയ്യാറല്ല. അതിഥികളെ സ്വാഗതം ചെയ്യുന്നതിൽ ഇവർ വിദഗ്ധരാണ്. വരുന്നത് ആരായാലും അവർക്ക് സന്തോഷത്തോടെ ഭക്ഷണവും താമസവും നൽകാൻ ഇവർ മുൻകൈയെടുക്കും. സത്യമേവ ജയതേ എന്ന പാത പിന്തുടരുന്നവരാണ് ഇവർ. കള്ളം പറയുന്നതും വഞ്ചിക്കുന്നതും ഇവർക്ക് ഇഷ്ടവുമല്ല. മാന്യതയും ധാർമ്മികതയും ഇവരുടെ സ്വഭാവത്തിൻ്റെ മുഖമുദ്രയാണ്. ഇവർ എപ്പോഴും പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. പാണ്ഡിത്യം കുറഞ്ഞവരാണെങ്കിൽ പോലും അനുഭവങ്ങളിൽ നിന്ന് വലിയ പാഠങ്ങൾ അവർ ഉൾക്കൊള്ളുകയും ചെയ്യും. ഇവരുടെ പുഞ്ചിരിക്ക് പ്രത്യേക ആകർഷണമുണ്ട്. വിനയപൂർവ്വമായ പെരുമാറ്റം കൊണ്ട് ശത്രുക്കളെ പോലും മിത്രങ്ങളാക്കാൻ ഇവർക്ക് സാധിക്കും. ജീവിതത്തിലെ ഉയർച്ച താഴ്ചകളിൽ പതറാതെ ലളിതമായ ജീവിതം നയിക്കാൻ ഇവർക്ക് സാധിക്കുകയും ചെയ്യും. കഠിനാധ്വാനം ചെയ്യാനും അതിൻ്റെ ഫലം ക്ഷമയോടെ കാത്തിരിക്കാനും ഇവർക്ക് മടിയുമില്ല. മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ ഇവർ തിരിച്ചൊന്നും പ്രതീക്ഷിക്കുകയില്ലെങ്കിലും ചതിക്കപ്പെടുമ്പോൾ ഇത് അവരെ മാനസികമായി തളർത്തുന്നു. ചില കാര്യങ്ങൾ ഇവർക്ക് കടുത്ത നിർബന്ധമുണ്ടായിരിക്കുന്നതും തൻ്റെ ചിന്തകളാണ് ശരിയെന്ന തോന്നൽ ചിലപ്പോൾ ഇവർക്ക് വിനയാകാരമുണ്ട്. മര്യാദയില്ലാത്തവരെ കാണുമ്പോൾ മുഖത്ത് നോക്കിയ കാര്യങ്ങൾ പറയാൻ ഇവർക്ക് മടിയുമില്ല. ഇത് ചിലപ്പോൾ ശത്രുക്കളെ ഉണ്ടാക്കാനും കാരണമാകും. ഇവർ അതീവ അച്ചടക്കം പുലർത്തുന്നവരാണെങ്കിലും അത് മറ്റുള്ളവർക്ക് പിശുക്കായി തോന്നാം. എന്നാൽ അർഹതയുള്ളവർക്ക് വേണ്ടി ഇവർ പണം ചിലവാക്കും. അമിതമായ ആത്മവിശ്വാസം ചിലപ്പോൾ അബദ്ധങ്ങൾക്കും പണം നഷ്ടത്തിനും വഴിയൊരുക്കിയേക്കാം. ചില സന്ദർഭങ്ങൾ അനാവശ്യമായി ആകുലപ്പെടുകയും വിഷാദാവസ്ഥയിലേക്ക് പോകാനും ഇടം ചെയ്യാറുണ്ട്. തിരുവോണ നക്ഷത്രക്കാർ തൊഴിൽ മേഖലയിൽ വളരെ വിജയപ്രദമായ ഒരു ജീവിതം നയിക്കുന്നവരാണ്. ഇവരുടെ ബഹുമുഖ പ്രതിഭ ഏത് ജോലിയിലും ശോഭിക്കാൻ ഇവരെ സഹായിക്കുന്നു. അനുയോജ്യമായ തൊഴിൽ മേഖല സാങ്കേതിക മേഖല, എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ ജോലികൾ, ടെക്നിക്കൽ വർക്കുകളാണ്. ഊർജ്ജ മേഖല, പെട്രോളിയം, ഓയിൽ കമ്പനികൾ, മൈനിങ് എന്നിവയിലും വിദ്യാഭ്യാസപരമായ അധ്യാപനം, ഗവേഷണം, മതപ്രഭാഷണം, കൗൺസിലിംഗിലും, കലയും വിനോദത്തിലും കഥാകാരൻ, പരിഭാഷകൻ, സംഗീതം, സിനിമ, റേഡിയോ എന്നിവയിലും, വാർത്താവിനിമയത്തിൽ വാർത്താ വായനക്കാരൻ, ടെലിഫോൺ ഓപ്പറേറ്റർ, എഴുത്തുകാരൻ എന്നിവയിലും, സാമൂഹ്യ സേവന വിഭാഗങ്ങളിൽ സൈക്കോളജിസ്റ്റ്, നഴ്സിംഗ്, ചാരിറ്റി സംഘടനകൾ, ബിസിനസ്സിൽ ലോജിസ്റ്റിക്, അഗ്രികൾച്ചർ, പേൾ ബിസിനസ്, എക്സ്പോർട്സ് എന്നിവയിലും തിളങ്ങുന്നതാണ്. തിരുവോണം നക്ഷത്രക്കാരുടെ ഔദ്യോഗിക ജീവിതം 30 വയസ്സ് വരെ നിരവധി മാറ്റങ്ങളിലൂടെ കടന്നുപോകും. 30 വയസ്സിന് ശേഷമാണ് ഇവർക്ക് സ്ഥിരതയുള്ള ഒരു തൊഴിൽ കൈവരുന്നത്. 30 മുതൽ 45 വയസ്സ് വരെയുള്ള കാലയളവ് ഇവരുടെ ജീവിതത്തിലെ സുവർണ കാലഘട്ടമായി അറിയും. 65 വയസ്സിന് ശേഷം വലിയ പുരോഗതിയും സാമ്പത്തിക നേട്ടവും അവർക്ക് ലഭിക്കുകയും ചെയ്യും. ഉയർന്ന പദവികളിൽ ഇരിക്കുമ്പോൾ അവർക്ക് ധാരാളം നേട്ടങ്ങൾ ലഭിക്കാനും സമൂഹത്തിൽ ബഹുമാനം നേടാനും സാധിക്കും. തിരുവോണം നക്ഷത്രക്കാരുടെ കുടുംബജീവിതം പൊതുവെ സന്തോഷകരമായിരിക്കും. കുടുംബത്തോടുള്ള ഇവരുടെ സമർപ്പണം വളരെ വലുതുമാണ്. ശ്രാവൺ കുമാറിൻ്റെ കഥയുമായി ബന്ധമുള്ളതിനാൽ മാതാപിതാക്കളെ സംരക്ഷിക്കുന്നതിൽ ഇവർ അതീവ താല്പര്യം കാണിക്കും. മാതാപിതാക്കൾക്ക് വേണ്ടി പുതിയ വസ്ത്രങ്ങൾ, ആഭരണങ്ങൾ, ഭൂമി എന്നിവ വാങ്ങാൻ ഇവർ ശ്രമിക്കുകയും
ഇവരുടെ ഭക്തിയും സേവന മനോഭാവവും മാതാപിതാക്കൾക്ക് വലിയ ആശ്വാസവുമായിരിക്കും. ദാമ്പത്യത്തിൽ ഇവർക്ക് മനസ്സിലാകുന്ന സ്വഭാവമുള്ള പങ്കാളിയാണ് ലഭിക്കുക. പങ്കാളി ഇവരുടെ അഭാവത്തിൽ കുടുംബത്തെ നല്ല രീതിയിൽ നോക്കും. പുരുഷന്മാർ പങ്കാളികളോട് വിശ്വസ്തത പുലർത്താൻ ശ്രദ്ധിക്കണം. സ്ത്രീകൾക്ക് ഭാഗ്യമുള്ളവരും നല്ല സ്വഭാവമുള്ളതുമായ ഭർത്താക്കന്മാരെ ലഭിക്കാൻ യോഗമാണുള്ളത്. വിവാഹ ജീവിതം പൊതുവെ സുഖകരമായിരിക്കും. എങ്കിലും ചെറിയ തർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ അത് വഷളാകാതെ നോക്കേണ്ടതുമാണ്. കുട്ടികളുടെ കാര്യത്തിൽ തിരുവോണ നക്ഷത്രക്കാർക്ക് വലിയ സന്തോഷം ലഭിക്കുന്ന കാരണമാണ്. കുട്ടികൾ നല്ല വിദ്യാഭ്യാസം നേടുകയും ജീവിതത്തിൽ ഉന്നത സ്ഥാനങ്ങളിൽ എത്തുകയും ചെയ്യും. മക്കളുടെ ഭാവിയെക്കുറിച്ച് ഇവർക്ക് വലിയ ആകുലത ഉണ്ടാകുമെങ്കിലും ദൈവ അനുഗ്രഹത്താൽ അവർക്ക് മികച്ച ജീവിതം ലഭിക്കും. തിരുവോണ നക്ഷത്രത്തെ 4 പാദങ്ങളായി തിരിച്ചിട്ടുണ്ട്. ഓരോ പാദത്തിൽ ജനിച്ചവർക്ക് വ്യത്യസ്ത സ്വഭാവ ഗുണങ്ങളായിരിക്കും. 1-ാം പാദം മേടം നവാംശം. യുക്തിസഹമായി ചിന്തിക്കുന്നവരും വലിയ അഭിലാഷങ്ങളുള്ളവരുമായിരിക്കും. കരിയറിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും. കാര്യങ്ങൾ പ്ലാൻ ചെയ്തതുപോലെ നടന്നില്ലെങ്കിൽ പെട്ടെന്ന് നിരാശപ്പെടുകയും ചെയ്യുന്നവരാണ്. 2-ാം പാദം ഇടവം നവാംശം. ബുദ്ധിശക്തിയുള്ള മൃദുവായി സംസാരിക്കുന്നവരായിരിക്കും. നയതന്ത്രജ്ഞരായിരിക്കും. ജോലിയിൽ കൃത്യത കാണിക്കുന്നവരുമാണ്. 3-ാം പാദം മിഥുനം നവാംശം. അറിവ് നേടാൻ ആഗ്രഹിക്കുന്നവരും മാധ്യമം, വാർത്താവിനിമയം എന്നീ മേഖലകളിൽ ശോഭിക്കുന്നവരുമാണ്. എന്നാൽ ഇവർക്ക് എതിർലിംഗത്തിലുള്ളവരുമായി പ്രശ്നങ്ങളുണ്ടാകാൻ സാധ്യത പറയുന്നുണ്ട്. 4-ാം പാദം കർക്കിടക നവാംശം. ആത്മീയ കാര്യങ്ങളിൽ താല്പര്യമുള്ളവരായിരിക്കും. ലോട്ടറി, ഓഹരി എന്നിവയിൽ ഭാഗ്യം വരാൻ സാധ്യതയും പറയുന്നു. അത്യാഗ്രഹം ഒഴിവാക്കിയാൽ വലിയ നേട്ടങ്ങൾ ലഭിക്കും. ആരോഗ്യപരമായ കാര്യങ്ങളിൽ തിരുവോണം നക്ഷത്രക്കാർ അല്പം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ദശാധിപനായ ചന്ദ്രനും രാശാധിപനായ ശനിയും തമ്മിലുള്ള ബന്ധം ചില അസുഖങ്ങൾക്ക് കാരണമാകും. ഈ നക്ഷത്രത്തിൻ്റെ ചിഹ്നം ചെവി ആയതിനാൽ തന്നെ ചെവി വേദനയോ കേൾവി സംബന്ധമായ അസുഖങ്ങളോ വരാൻ സാധ്യത പറയുന്നു. തൊലിപ്പുറത്തെ അസുഖങ്ങൾ, എക്സിമ തുടങ്ങിയവ ബാധിക്കാനും ഇടയുണ്ടാകും. ഗ്യാസ് ട്രബിൾ, ദഹന സംബന്ധം തുടങ്ങിയവ വരാതെ ശ്രദ്ധിക്കേണ്ടതാണ്. മറ്റു രോഗങ്ങൾ, വാതം, ക്ഷയം, ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ എന്നിവയ്ക്കെതിരെ മുൻകരുതലുകൾ എടുക്കുക. തിരുവോണ നക്ഷത്രത്തിൻ്റെ കഫദോഷം പ്രബലമാണ്. ജലദോഷം, തൊണ്ടവേദന എന്നിവ വിട്ടുമാറാതെ വരാനിടയുണ്ട്. പതിവായി വ്യായാമം ചെയ്യുന്നതും ജലാംശം കൂടുതലുള്ള ഭക്ഷണം കഴിക്കുന്നതും ആരോഗ്യത്തിന് ഗുണകരമാണ്. പുകവലി, മദ്യപാനം തുടങ്ങിയ ദുശീലങ്ങൾ ഒഴിവാക്കുന്നത് ജീവിത ഘട്ടങ്ങളെ അതിജീവിക്കാൻ സഹായിക്കും. തിരുവോണ നക്ഷത്രക്കാരുടെ ജീവിതം ഭാഗ്യവും വെല്ലുവിളികളും ഇടകലർന്നതാണ്. ഭാഗ്യാനുഭവങ്ങൾ സ്വന്തം വീട് വിട്ട് വിദേശത്തോ മറ്റ് നഗരങ്ങളിലോ താമസിക്കാൻ ഇവർക്ക് യോഗം കാണുന്നുണ്ട്. അവിടെ വലിയ പുരോഗതി നേടാനും സമ്പത്ത് ആർജിക്കാനും ഇവർക്ക് സാധിക്കും. നല്ല ഗുരുക്കന്മാരെ ലഭിക്കാനും അവരുടെ മാർഗനിർദ്ദേശത്തിൽ ജീവിതം വിജയമാക്കാനും ഇവർക്ക് സാധിക്കും. സത്യസന്ധതയും മാന്യതയും കാരണം സമൂഹത്തിൽ വലിയ ബഹുമാനം ഇവർക്ക് ലഭിക്കും. മറ്റുള്ളവർക്ക് ഇവർ മാതൃകയുമായിരിക്കും. ആത്മീയ കാര്യങ്ങളിൽ ഇവർക്ക് വലിയ പ്രശസ്തിയും നേട്ടങ്ങളും ലഭിക്കും. ഈശ്വരാനുഗ്രഹം എപ്പോഴും കൂടെ ഉണ്ടാകും. സന്തോഷകരമായ കുടുംബജീവിതവും സ്നേഹമുള്ള പങ്കാളിയും ഇവരുടെ വലിയ ഭാഗ്യമാണ്. ഉത്തരവാദിത്തങ്ങൾ കൂടുതലായതിനാൽ വലിയ രീതിയിൽ പണം ചിലവാക്കേണ്ടി വരും. ഇത് ചിലപ്പോൾ കടബാധ്യതയിലേക്ക് നയിക്കാം. മറ്റുള്ളവരെ കണ്ണടച്ച് സഹായിക്കുന്നത് കാരണം ചിലപ്പോൾ സുഹൃത്തുക്കളോ ബന്ധുക്കളോ ഇവരെ വഞ്ചിക്കാനും ഇടയുണ്ട്. അനാവശ്യമായി ചിന്തിച്ചു കൂട്ടുന്ന സ്വഭാവം മാനസിക പിരിമുറക്കം ഉണ്ടാക്കാനും ഇടയുണ്ടാകും. ചില ഘട്ടങ്ങളിൽ ജോലി സ്ഥലത്ത് വലിയ സമ്മർദ്ദം അനുഭവപ്പെടാം. 2-ാം പാദത്തിൽ ജനിച്ചവർക്ക് പൂർവിക സ്വത്ത് ലഭിക്കുമെങ്കിലും അതിനായി നിയമ പോരാട്ടങ്ങൾ നടത്തേണ്ടി വരാം. തിരുവോണ നക്ഷത്രക്കാർ ജീവിതത്തിൽ പാലിക്കേണ്ട ചില മുൻകരുതലുകളുണ്ട്. മറ്റുള്ളവർക്ക് പണം കൊടുക്കുന്നതും വാങ്ങുന്നതും ജാമ്യം നിൽക്കുന്നതും ഒഴിവാക്കുക. ഇത് പണനഷ്ടത്തിനും മാനഹാനിക്കും കാരണമാകും. അമിതമായി മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടുന്നത് ഒഴിവാക്കുക. സ്വന്തം കാര്യങ്ങൾക്ക് മുൻഗണന നൽകുന്നത് കുറേ ദോഷങ്ങൾ കുറഞ്ഞു കിട്ടും. വാഹനങ്ങൾ ഉപയോഗിക്കുമ്പോൾ കൂടുതൽ ജാഗ്രത പാലിക്കുക. അപകടങ്ങൾക്ക് സാധ്യതയുള്ള സമയങ്ങളിൽ വേഗത കുറയ്ക്കുക. രാഹു, ശനി, കേതു ഈ ദശകാലങ്ങളിൽ വിധിപ്രകാരം ദോഷപരിഹാരങ്ങൾ ചെയ്യുക. ഇത് കഷ്ടതകളുടെ തീവ്രത കുറയ്ക്കും. നക്ഷത്ര പക്ഷിയെ കോഴിയുടെ ഇറച്ചി ഭക്ഷണത്തിൽ ഒഴിവാക്കുന്നത് നല്ലതാണെന്ന് വിശ്വസിക്കപ്പെടുന്നുണ്ട്. ഓം വിഷ്ണവേ നമ എന്ന മന്ത്രം നിത്യവും ജപിക്കുക. ശാന്താകാരം ഭുജഗശയന എന്ന് തുടങ്ങുന്ന സ്തോത്രം നിത്യവും ചൊല്ലുന്ന ഉത്തമമാണ്. തിരുവോണവും തിങ്കളാഴ്ചയും ഒത്തുവരുന്ന ദിവസങ്ങളിൽ ദുർഗാ സ്തോത്രങ്ങൾ ചൊല്ലുക. വ്യാഴാഴ്ച തോറും വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി പാൽപ്പായസം, തുളസിമാല എന്നിവ വഴിപാടായി നൽകുക. വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും വ്യാഴാഴ്ച വ്രതം അനുഷ്ഠിക്കുന്നതും വിശേഷമാണ്. ശാസ്താവിന് നീരാജനം സമർപ്പിക്കുന്നത് ശനിദോഷം കുറയ്ക്കുകയും ശനിയാഴ്ചകളിൽ എള്ളെണ്ണ ഒഴിച്ച് വിളക്ക് തെളിയിക്കുകയും ചെയ്യുന്നത് ഗുണകരമാണ്. തിരുവോണം നക്ഷത്ര ദിവസം അന്നദാനം നടത്തുന്നത് ഏറ്റവും വലിയ ദോഷപരിഹാരമാണ്. അഗതികൾക്കും പാവപ്പെട്ടവർക്കും ഭക്ഷണം നൽകുന്നത് ഐശ്വര്യം നൽകും. ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രം കേരളത്തിലെ തിരുവോണം നക്ഷത്രക്കാരുടെ പ്രധാന ക്ഷേത്രമായി ഇതിനെ കരുതുന്നു. ഇവിടെ ദർശനം നടത്തുന്നത് ഭാഗ്യം നൽകും.